വീടിനകത്തും പുറത്തും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതം മുറി പൂട്ടിയിട്ട ശേഷം മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. അവൻ്റെ മുറിയിലേക്ക് കയറാൻ ഞങ്ങളെ സമ്മതിക്കില്ല. ചില സമയങ്ങളിൽ മുറിയിൽ നിന്ന് ഓം പോലെ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കും. നെയ്യാറ്റിൻകര വെള്ളറട സ്വദേശി ജോസിനെ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് ആണെന്ന് സംശയിക്കുന്നത് പ്രതി പ്രജിൻ്റെ അമ്മയാണ്. ഭർത്താവിനെ നഷ്ടപ്പെട്ട സുഷമയ്ക്ക് ഇപ്പോൾ മകനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ്. മകൻ പുറത്തിറങ്ങിയാൽ തന്നെയും കൊല്ലുമെന്നവർ ഭയപ്പെടുന്നു. പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസിൻ്റെ അന്വേഷണം സാത്താൻ സേവാ സംഘത്തെ കേന്ദ്രീകരിച്ചാണ്. ബ്ലാക്ക് മാജിക് ഉൾപ്പെടെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ പ്രജിൻ ജോസിന് പങ്കുണ്ടായിരുന്നോ എന്നാണ് കുടുംബത്തിൻ്റെ സംശയം. പ്രജിൻ്റെ മുറിയിൽ നിന്ന് ചില ബിംബങ്ങളും കൂട്ടിയിട്ടിരുന്ന മുടികളും ചില പ്രത്യേകതരം ആയുധങ്ങളും കണ്ടെത്തി. പ്രജിന്റെ പെരുമാറ്റത്തിൽ നേരത്തെ തന്നെ കുടുംബത്തിന് സംശയമുണ്ടായിരുന്നു. പിതാവിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രജിന്റെ മുറി തുറന്നു പരിശോധിക്കാൻ കുടുംബം തീരുമാനിച്ചു. അതുവരെ മാതാപിതാക്കൾക്ക് പോലും പ്രവേശനം നിഷേധിച്ചിരുന്ന ആ മുറി തുറന്നു പരിശോധിച്ചപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകൾ. ഒരു ഭാഗത്ത് മുടി കൂട്ടിയിട്ടിരിക്കുന്നു. ചില ബിംബങ്ങളും ചില പ്രത്യേക തരത്തിലുള്ള ആയുധങ്ങളും കണ്ടെത്തി. ഇത് ദുരൂഹത വർദ്ധിപ്പിച്ചു. സാത്താൻ സേവ പോലെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ മകൻ പെട്ടുപോയിട്ടുണ്ടോ എന്നാണ് അമ്മയ്ക്ക് സംശയം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി. കൊലപാതകം നടക്കുന്നതിന് 4 ദിവസം മുമ്പ് തന്റെ മൊബൈൽ ഫോൺ പൂർണ്ണമായും ഫോർമാറ്റ് ചെയ്ത ശേഷം രക്ഷിതാക്കളെ തിരികെ ഏൽപ്പിച്ചു. ഇനി തനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നടപടി. അർദ്ധരാത്രികളിൽ വാഹനമെടുത്ത് പുറത്തു പോകുന്ന പ്രജിൻ എപ്പോഴെങ്കിലുമാണ് തിരികെ എത്തുന്നത്. ചോദ്യം ചെയ്താൽ മാതാപിതാക്കളെ ദേഹോപദ്രവം ഏൽപ്പിക്കും. എന്നെയും ഉപദ്രവിക്കും, അവരെയും ഉപദ്രവിക്കും. ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലെ എല്ലാ സാധനങ്ങളൊക്കെ ഇല്ലാതാക്കും. അതുകൊണ്ട് പേടിച്ച് ഒന്നിനും പോവില്ല. പ്രജിൻ കൂടുതൽ സമയവും വീടിന്റെ 2ാമത്തെ നിലയിലെ മുറിയിലാണ് ചിലവഴിക്കുക. അവിടേക്ക് മാതാപിതാക്കൾക്ക് പോലും പ്രവേശനമില്ല. അടുത്തിടെ നിർബന്ധപൂർവ്വം എറണാകുളത്ത് സിനിമ പഠിക്കാനായി പോയി. തിരികെ എത്തിയതിനു ശേഷം പ്രജിന്റെ രീതി കൂടുതൽ നിഗൂഢമായെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. പ്രജിന്റെ ഭാഗത്തു നിന്ന് ഈ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി ചോദിക്കുമ്പോഴെല്ലാം പൈസ, അത് 10 രൂപയായാലും 10,000 രൂപയായാലും ലക്ഷങ്ങളായാലും ചോദിക്കുന്ന സമയത്ത് അവന് കൊടുക്കണം എന്നുള്ള ആ വാശി, അതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട ഈ പിതാവും മാതാവും അനുഭവിച്ച ക്രൂരത, അവർ ഏറ്റ ആ മർദ്ദനത്തിന് ഒരു കണക്കുമില്ല. ചൈനയിലെ വുഹാനിൽ MBBS പഠിക്കുകയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്താണ് നാട്ടിൽ തിരികെ എത്തിയത്. നാട്ടിലെത്തിയ ശേഷം പതിവ് രീതികളിൽ നിന്ന് മാറി ഏകനായി നടക്കാനായിരുന്നു പ്രജിന് താല്പര്യം. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. പിതാവ് ജോസിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം വാഹനത്തിലെത്തിയാണ് പ്രജിൻ പോലീസിന് കീഴടങ്ങിയത്. തന്റെ സ്വൈരജീവിതത്തിന് മാതാപിതാക്കൾ തടസ്സം നിൽക്കുന്നുവെന്നും അതുകൊണ്ട് കൊല നടത്തിയെന്നുമായിരുന്നു പ്രജിന്റെ മൊഴി. കുടുംബത്തിന്റെ പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.